ഹായ് ഹലോ മദർ യൂണിവേഴ്സ് ടാരോ റീഡിങ്ങിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും പോസിറ്റീവായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യൂണിവേഴ്സ് മദറിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾ ഓരോരുത്തരിലും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ എന്താ ആഗ്രഹിക്കുന്നോ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരട്ടെ. ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണോ, ഒരു പാർട്ട്ണറിന് വേണ്ടിയിട്ടാണോ, അതോ നിങ്ങളുടെ റിലേഷൻ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടാണോ, ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടാണോ, കേസിന് വേണ്ടിയിട്ടാണോ, എന്ത് തന്നെ ആയിരുന്നാലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടന്നു കിട്ടിയതിനാൽ നന്ദി പറയുന്നു യൂണിവേഴ്സ്. നടന്നതിനായി നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്. ഓക്കെ, ഇന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ ഡീപ്പ് നിങ്ങളോട് പുറത്ത് കാണിക്കത്തില്ല. നിങ്ങളോട് കാണിക്കുന്ന ഒന്ന് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ മറ്റൊന്ന്, അതെന്താണെന്ന് നോക്കാം. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ എൻ്റെ വ്യൂവേഴ്സിൽ നിന്ന് മറച്ച് വയ്ക്കുന്ന വ്യൂവേഴ്സിനുള്ള ഇമോഷൻ എന്താണ്? വ്യൂവേഴ്സിനോടുള്ള ഇമോഷൻ മറച്ചു വെച്ചിരിക്കുന്ന പേഴ്സൺ മറച്ചു വെച്ചിരിക്കുന്ന ഇമോഷൻ എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എന്ത് ഇമോഷനാണ് മറച്ചു വെച്ചിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് ഇമോഷനാണ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ മുമ്പിൽ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ മറച്ചു വെച്ചിരിക്കുന്നത്? എൻ്റെ വ്യൂവേഴ്സിനെ കുറിച്ചുള്ള എന്ത് ഇമോഷനാണ് അവർ മറച്ചു വെച്ചിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എന്ത് ഇമോഷനാണ് അവർ മറച്ചു വെച്ചിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. പ്ലീസ് ഗൈഡ് മീ 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 മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എന്ത് ഇമോഷനാണ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ മുമ്പിൽ പേഴ്സൺ മറച്ചു വെച്ചിരിക്കുന്നത്? എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ എന്ത് ഇമോഷനാണ് മറച്ചു വെച്ചിരിക്കുന്നത്? മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഫൈവ് ഓഫ് പെൻഡിക്കിളാണ് ഓവറുള്ള എനർജി. നിങ്ങൾ അവർക്ക് ഏറ്റവും വിലപ്പെട്ടതാണെന്നുള്ളതാണ് അവർ മറച്ചു വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിൽ തന്നെ നോക്കുമ്പോൾ അറിയാം അവർക്ക് രണ്ടുപേർക്കും താല്പര്യമുണ്ട്. താല്പര്യമുണ്ട്, പക്ഷേ അവർ തിരിഞ്ഞ് നിൽക്കുകയാണ്, മുഖത്തോട് മുഖം നോക്കുന്നില്ല. എങ്കിലും അവരുടെ സോളുകൾ കൈ കൊടുക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. അവരുടെ ബോഡിയും അവരുടെ മനസ്സും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നിൽക്കുന്നെങ്കിലും നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നെങ്കിലും ആ കൈ രണ്ടുപേരുടെയും വരുന്ന കണ്ടോ? അത് രണ്ടുപേർക്കും നിങ്ങളുടെ കൈക്ക് പിടിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ സ്പർശനത്തിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നു. നിങ്ങൾ കൂടെ വേണം, പക്ഷേ ഞാനത് അംഗീകരിച്ച് തരത്തില്ല. എന്ന് വെച്ചാൽ അംഗീകരിച്ച് തരത്തില്ല, അത് തന്നെയാണ് ചോദ്യം. അത് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ അംഗീകരിച്ച് തരാതെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണ് നിങ്ങളുമായിട്ടുള്ളത്. അവർ പുറമേ നിന്ന് ഭയങ്കര സ്ട്രോങ് ആയിട്ടും എനിക്കിനി ഈ ലൈഫിന് വേണ്ട, എനിക്ക് നിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നെങ്കിലും അവരുടെ സോള് അവർ പോലും അറിയാതെ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ഒന്നാകണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ പ്രസൻ്റ്ലി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഭയങ്കര ദേഷ്യവും അവനവൻ്റെ കാര്യം നോക്കി ജീവിക്കുന്നതൊക്കെ തോന്നും. പക്ഷേ അവരുടെ മനസ്സെപ്പോഴും ഒരുമിച്ച് ചേരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ വന്നിരിക്കുന്നത് 2 ഓഫ് കപ്പാണ്. തൊട്ട് താഴെ വന്നിരിക്കുന്ന കാർഡും 2 ഓഫ് കപ്പാണ്. നിറഞ്ഞൊഴുകുന്ന സ്നേഹം, ഗിവ് ആൻഡ് ടേക്ക്. ഒരു അൺകണ്ടീഷണലായിട്ടുള്ള പ്രണയമാണ് നിങ്ങളോട് നിങ്ങളുടെ പേഴ്സണുള്ളത്. അത് നിങ്ങളോട് തുറന്ന് സമ്മതിക്കത്തില്ല. ഇവിടെ വന്നിരിക്കുന്നത് അതാണ്. ദ ഡെവിൾ നിങ്ങളോട് ഒരുപാട് നേരത്തെയും ഒരു ഡെവിൾ വന്നിരുന്നത് നിങ്ങളോട് ഒരുപാട് പ്രണയം, ശാരീരികമായിട്ടാണെങ്കിലും ശരി തന്നെ നിങ്ങളുമായിട്ട് അത്രയ്ക്ക് വലിയ സ്നേഹവും കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ട്. നിങ്ങളെ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ ഫോട്ടോസൊക്കെ കാണുമ്പോൾ നിങ്ങൾ അടുത്ത് കിട്ടണമെന്നുള്ള രീതിയിൽ തന്നെയാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യമാണ് നിങ്ങളുമായിട്ട് അത്രയ്ക്കും അടുത്ത് നിൽക്കുന്ന രീതിയിലുള്ള ഫീലിങ്സ് അവർക്കുണ്ട്. പക്ഷേ ആ ഒരു ഫീലിങ്സ് ഒരിക്കലും അവർ നിങ്ങളുടെ മുമ്പിൽ ഓപ്പണായി കാണിക്കത്തില്ല. അത് സണ്ണാണ് വന്നിരിക്കുന്നത്. ജീവിതത്തിലൊരു ന്യൂ ബിഗിനിങ്, നിങ്ങൾ ഇത്രയേറെ സ്നേഹിക്കുന്നുണ്ട്. ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കാര്യത്തിന് വേണ്ടി അവർ വെയിറ്റ് ചെയ്യുകയാണെന്നുള്ളത് വരെ അവർ മറച്ചു വയ്ക്കുന്നു. കാരണം എനിക്ക് നിൻ്റെ ആവശ്യമില്ല,
നീ ഇല്ലാതെയൊക്കെ ജീവിക്കും, നിൻ്റെ കോളൊന്നും എനിക്ക് വേണ്ട, ഒന്നും വേണ്ട എന്നുള്ളതാണ്. പക്ഷേ ഇത് നിങ്ങളുടെ ലൈഫിലേക്ക് ഏറ്റവും ഒരു ബ്ലെസ്സിങ് ആയിട്ടുള്ള ഒരു അനുഭവമാണ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഓക്കെ, ലോങ് ടൈം നിങ്ങളോടുള്ള സ്നേഹം എല്ലാവർക്കും അവരുടെ ഉള്ളിലേക്ക് വരികയാണ്. ആ ഒരു കാര്യം എന്തായാലും നിങ്ങളെ അറിയിക്കുന്നില്ല, മറച്ചു വെച്ചിരിക്കുക. ഓക്കെ, ഈ കാര്യമാണ് മറച്ചു വെച്ചിരിക്കുന്നത്. പുറമേ കാണിക്കുന്നത് പുറമേ കാണിക്കുന്നത് എന്താ നോക്കട്ടെ. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പുറമേ കാണിക്കുന്നത് എന്താ നോക്കട്ടെ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഇപ്പോൾ അവരുടെ പേഴ്സൺ അവരെയൊക്കെ മുമ്പിൽ കാണുമ്പോൾ ഏത് രീതിയിലുള്ള ബിഹേവിയറാണ് കാണിക്കുന്നത്. ഇപ്പോൾ അവരെ എൻ്റെ വ്യൂസിനെ കണ്ടു കഴിഞ്ഞാൽ ഇത് അവരുടെ ഉള്ളിലെ സോളിൻ്റെ ആഗ്രഹമാണ്. അവരെ നേരിട്ട് കാണുമ്പോഴത്തേക്ക് അവരുടെ പേഴ്സൺ എന്താണ് അവരോട് പ്രവർത്തിക്കുന്ന വേറെ, ഉള്ളിൽ വേറെ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് കാര്യമാണ് അവർ പേഴ്സൻ്റെ മുമ്പിൽ എക്സ്പോസ് ചെയ്യുന്നത്? പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദുഃഖമാണ്. ഓക്കെ, അവർക്ക് നിങ്ങളെന്ന് പറയുന്നത് ഭയങ്കര ദുഃഖമാണെന്നും നിങ്ങളെ വേണ്ട എന്നുള്ള രീതിയിൽ. ഓക്കെ, എനിക്ക് നിങ്ങളുടെ മുഖത്ത് പോലും നോക്കണ്ട. ഓക്കെ, നിങ്ങൾ ഫുള്ള് നെഗറ്റീവാണെന്നും നിങ്ങളുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ അവരുടെ പോസിറ്റിവിറ്റി പോലും നഷ്ടപ്പെടുമെന്നും ഒക്കെ അവർ നിങ്ങളുടെ മുമ്പിൽ അങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത്. നിങ്ങൾ അത്രയ്ക്ക് സ്ട്രോങ് അല്ല, നിങ്ങളുടെ സംസാരം മൊത്തവും നെഗറ്റീവാണ്, നിങ്ങൾ എൻ്റെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഞാനും കൂടി നെഗറ്റീവായി പോകും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ നിങ്ങളുടെ അടുത്ത് മുമ്പിൽ സംസാരിക്കുന്നത്. ഓക്കെ, രണ്ടും ഡബിളാണ് വന്നിരിക്കുന്നത്. ഇത് മൂന്നും അത് ഇതിലും ഡബിൾ വന്നിട്ടുണ്ട്, നേരത്തെ എടുത്ത കാർഡിലും ഡബിൾ വന്നിട്ടുണ്ട്. ഓക്കെ, ഡബിൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് അട്രാക്ഷൻ. ഓക്കെ, ഭയങ്കരമായിട്ടുള്ള അട്രാക്ഷൻ, ചെറിയ രീതിയിലുള്ള അട്രാക്ഷൻ അല്ല, നല്ല രീതിയിലുള്ള ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ. ഓക്കെ, ഇത് നിങ്ങളുടെ ലൈഫ് തീർന്നു. ഓക്കെ, ഒരു ഭയങ്കര വിഷമമാണ്. ആ ഒരു പൂർണ്ണചന്ദ്രനെ മറച്ചുകൊണ്ടൊരു കാർമേഘം വന്നിരിക്കുകയാണ്. അപ്പം നിങ്ങളുടെ ലൈഫിൽ ആ ഒരു നിങ്ങൾ ഫുള്ള് നെഗറ്റീവ് ആണെന്നും എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞതിന് ശേഷം ലൈഫ് ഡെത്തായി, ഇനി അതിനൊരു വളർച്ചയില്ല. ഓക്കെ, നിങ്ങളുടെ ലൈഫ് ഡെത്തായി, രണ്ടുപേരുടെയും റിലേഷൻ ഇവിടെ സ്റ്റോപ്പായി എന്നുള്ള രീതിയിലാണ് നിങ്ങളുടെ മുമ്പിൽ പ്രകടമാക്കുന്നത്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് സണ്ണാണ്. ഇവിടെ ഡെത്താണെങ്കിൽ അവരുടെ സോള് പറയുന്നത് ന്യൂ ബിഗിനിങ് ആണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഏസ് ഓഫ് വാണ്ടാണ് അടുത്ത് വന്നത്, അതും ന്യൂ ബിഗിനിങ് തന്നെയാണ്. ഓക്കെ, ഇത് എംപ്രസ് ആണ് അടുത്തത്. ഓക്കെ, ഏസ് ഓഫ് വാണ്ടാണ്. അത് കഴിഞ്ഞിട്ട് ഇതാ എംപ്രസ് ആണ് വന്നിരിക്കുന്നത്. എംപ്രസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏറ്റവും കംപ്ലീറ്റ്ലി ഒരു സ്ത്രീക്കോ പുരുഷനോ വേണ്ട എല്ലാ കാര്യങ്ങളും എല്ലാ ക്വാളിറ്റിയും ഉള്ളൊരു വ്യക്തിയായിട്ടാണ് നിങ്ങളെ അവർ കാണുന്നത്. ഓക്കെ, ആ ഒരു കാണുന്നെങ്കിലും പക്ഷേ അവർ നിങ്ങളുടെ മുമ്പിൽ ഈ റിലേഷൻ മൊത്തവും ഡെത്തായി എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് നീതി തരണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ടെങ്കിലും പക്ഷേ നിങ്ങൾക്ക് ജസ്റ്റിസ് തരണമെന്ന് കാലെടുത്തപ്പോൾ വന്നിരുന്നെങ്കിലും പക്ഷേ നിങ്ങളുടെ മുമ്പിൽ ജസ്റ്റിസ് ഒന്നും കാണിക്കത്തില്ല. ഓക്കെ, അവരത് പിറകിലാണ് വെച്ചിരിക്കുന്നത്, അവരുടെ മുമ്പിലോട്ടല്ല. ആ ജസ്റ്റിസിൻ്റെ ആ ത്രാസ് വെച്ചിരിക്കുന്നത് പിറകിലോട്ടാണ്. ഓക്കെ, പിറകിലോട്ടാണ്. അവരത് നിങ്ങൾക്ക് നീതി കിട്ടണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അവരുടെ ഉള്ളിൽ അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ പുറമേ നിങ്ങൾക്ക് നീതി കിട്ടരുത് എന്നാണ് അവർ ചിന്തിക്കുന്നത്. അവർക്ക് അതൊക്കെ സഹിക്കാൻ കഴിയത്തില്ല. നിങ്ങൾക്ക് നീതി കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് സഹിക്കാൻ കഴിയത്തില്ല എന്നുള്ളൊരു രീതിയിലാണ്. ഓക്കെ, യൂണിവേഴ്സ് മെസ്സേജും കൂടി എടുക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു യൂണിവേഴ്സ് മെസ്സേജും കൂടിയേ. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഇതിലെന്തെങ്കിലും വേണോ? ഓക്കെ, 3 ആയിരിക്കട്ടെ. യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഓപ്പൺ ഹാർട്ടായിട്ട് തന്നെ ഇരിക്കുക. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ
നല്ല രീതിയിലുള്ള മെസ്സേജും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് തന്നെ പറഞ്ഞു തരും. നിങ്ങൾ ഓപ്പൺ ഹാർട്ടായിട്ട് തന്നെ ഇരിക്കുക. ഇതും ഏസ് ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇത് ഏസ് ഓഫ് കപ്പാണ്. അപ്പോൾ നിങ്ങൾ ദൈവികമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒരുപാട് ചിന്തിക്കുക, സ്പിരിച്വലായിട്ട് മുന്നോട്ട് പോവുക, പവർഫുൾ സ്പിരിച്വൽ ഇമോഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, സ്പിരിച്വൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളെ വഴി നടത്തും. നിങ്ങൾ ഹാപ്പി ആവും. ഓക്കെ, നിങ്ങൾ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകും. പിന്നെ ഓക്കെ, നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ, ഓരോ തീരുമാനങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള തീരുമാനങ്ങളായിട്ട് മാറട്ടെ. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ റിലേഷൻഷിപ്പിലോ മറ്റൊന്നും യാതൊരു പ്രോബ്ലം വരത്തില്ല. ലാക്ക് ഓഫ് ബാലൻസ് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാം ബാലൻസിലാണ്. ആ വ്യക്തി തന്നെ കണ്ടില്ലേ, ആ ഒരു കുതിരയെ പിടിച്ച് ജസ്റ്റ് ഒന്നിങ്ങനെ പിടിച്ചിട്ട് അത് വരുന്നവരൊക്കെ കണ്ടില്ലേ, അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിലെല്ലാം ബാലൻസിങ്ങിൽ വരാൻ പോകുന്നു. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു. നിങ്ങൾ എന്തെങ്കിലും കാര്യത്തെ തടഞ്ഞ് മറച്ച് വെച്ചിരുന്നുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങളുടെ മുമ്പിൽ നല്ല രീതിയിലൊരു നല്ലൊരു റിലേഷൻ, ഒരു ന്യൂ റിലേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സണും ആവാം, പുതിയ റിലേഷനും ആവാം കേട്ടോ. ഓക്കെ, ഒരു റൊമാൻറ്റിക് പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നു. ഓക്കെ, നിങ്ങൾ സ്പിരിച്വലായിട്ട് ദൈവത്തോട് കൂടുതൽ അടുക്കുക. ഓക്കെ, പഴയ പേഴ്സൺ തന്നെ പുതിയതായിട്ട് വരും, അവർക്കൊരു രൂപാന്തരം പ്രാപിച്ച് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പം എല്ലാവർക്കും നന്ദി. എൻ്റെ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, നിങ്ങളുടെ ലൈഫിലേക്ക് എല്ലാ നന്മകളും വന്നു ചേരട്ടെ. താങ്ക് യു. എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും റീഡിങ് നിങ്ങൾക്ക് സംഭവിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെയുള്ളൊരു മെസ്സേജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ഓക്കെ, യൂണിവേഴ്സ് മദറിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളുടെ എല്ലാ ആഗ്രഹത്തിന്മേലും ഇരിക്കട്ടെ. താങ്ക് യു.